നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിദ്യാവിജയം, വിവാഹം, ധനസ്ഥിതി, ബിസിനസ് എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൂരം നക്ഷത്രക്കാർ തങ്ങളുടെ എല്ലാ ഇടപാടുകളിലും മാന്യത പുലർത്തുന്നവരാണ്. ആരോഗ്യവും മനോഹരമായ ശരീരവും കൊണ്ട് ഇവർ അനുഗ്രഹീതരായിരിക്കും. ഇക്കൂട്ടർ വളരെ മര്യാദക്കാരായിരിക്കും. ന്യായവിരുദ്ധമായ കാര്യങ്ങൾ ആരിൽ കണ്ടിരുന്നാലും അവരതിനെ ശക്തിപൂർവം എതിർക്കുമെന്നുള്ളത് തീർച്ചയാണ്. ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇവർക്ക് ആ കാര്യത്തിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എത്ര തന്നെയായാലും സഹിക്കുവാൻ സന്നദ്ധരായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എന്നും ശത്രുക്കളുണ്ടായിരിക്കും. ഇത് ഇവരുടെ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടത്തിലാക്കും. അധികാരമുള്ള സ്ഥാനങ്ങൾക്കും ഉദ്യോഗങ്ങൾക്കും വേണ്ടി ഇവർ കൂടുതലായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. എന്തെങ്കിലും വ്യക്തിമാഹാത്മ്യവും സഹൃദയത്വവും ഇവരെ അനുഗ്രഹിക്കുന്ന രണ്ട് സ്വഭാവ സവിശേഷതകളായിരിക്കും. പറയുന്നത് പോലെ പ്രവർത്തിക്കുക, കൃത്യനിഷ്ഠത പാലിക്കുക എന്നീ വക കാര്യങ്ങൾ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും. സ്വഭാവശുദ്ധിയും ബുദ്ധിസാമർഥ്യവും ഇവർക്കുള്ള സവിശേഷതകളാണെങ്കിലും ഇവർ അർഹിക്കുന്ന അഭിവൃദ്ധിയോ ഉത്കർഷമോ ഉണ്ടായി കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 22, 27, 30, 32, 37, 44 എന്നീ വയസ്സുകളിലെല്ലാം ഇവർക്കുള്ള ഓരോ പരിവർത്തന ഘട്ടങ്ങളായിരിക്കും. ഏതാണ്ട് 45 വയസ്സിനു മേലായിരിക്കും ഇവർക്ക് സ്ഥിരമായ ഒരു നല്ല കാലത്തെ പ്രതീക്ഷിക്കുവാനുള്ളത്. പണസംബന്ധമായ ഇടപാടുകളിൽ ഇവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇവർക്ക് മാന്യസ്ഥാനം കരസ്ഥമാക്കുവാൻ കഴിയുന്നു. ആർഭാടരഹിതമായ ഒരു സ്വസ്ഥ ജീവിതമായിരിക്കും മിക്കവാറും ഇവർ പുലർത്തിപ്പോരുന്നത്. മിക്ക കാര്യങ്ങളിലും ഒരു കുലീനത ഇവരിൽ കാണും. പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്തിക ജീവിതം സൗഭാഗ്യകരമായിരിക്കും. നല്ല ഭാര്യാപുത്രാദികൾ ഇവർക്കുണ്ടായിരിക്കുകയും അതുനിമിത്തം സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും. ഇവരിൽ ചിലർക്ക് ഉദ്ദേശിച്ച സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ സാധിക്കാതെ വരുന്നു. ദന്തസംബന്ധമായും ശിരസ്, ഉദരം ഇവയെ സംബന്ധിച്ചുള്ളതുമായ രോഗങ്ങളായിരിക്കും ഇവർ ഭയപ്പെടേണ്ടത്. പക്ഷേ ദീർഘകാലം നിലനിൽക്കാവുന്ന രോഗങ്ങളൊന്നും സാധാരണ ഇവരെ ബാധിക്കാറില്ല. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികളായും നല്ല സന്താനത്തോടു കൂടിയവരായും കാണപ്പെടുന്നു. സംസാരചാതുര്യവും ഉപകാരസ്മരണയുമുള്ളവരായി ഇവരെ കാണാൻ കഴിയുന്നു. ഇവരിലധികവും തനിക്കു താൻ എന്ന സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നവരായി കാണപ്പെടുന്നു. തന്നിമിത്തം ഇവർക്ക് ശത്രുക്കൾ ഏറിയിരിക്കുകയും അപവാദ ആരോപണങ്ങൾക്കും ഇടയാകാറുണ്ട്. ഇവർ ശുക്രദശയിലാണ് ജനിക്കുന്നത്. തുടർന്ന് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ശനിദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നുപോകുന്നു. പ്രതികൂല നക്ഷത്രങ്ങൾ അത്തം, ചോതി, അനിഴം, മീനക്കൂറിലുൾപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി.